ദേശീയ തലത്തിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളുണ്ട്. അതിലേക്കാണ് പോകുന്നത്. അതിലേറ്റവും പ്രധാനം ബീഹാറിലെ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ബീഹാറിൽ നിതീഷ് കുമാർ വീണ്ടും NDA സഖ്യത്തിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ്. NDAയുമായി ചേർന്നുകൊണ്ടുള്ള നിതീഷ് കുമാറിൻ്റെ സർക്കാർ ഇന്ന് ബീഹാറിൽ അധികാരമേറ്റേക്കും എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ പുറത്തേക്ക് വരുന്നു. രാവിലെ 10 മണിക്ക് അവിടെ JDUവിൻ്റെ നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ രീതിയിൽ NDAയുടെ ഭാഗത്തേക്ക് നിതീഷ് കുമാർ പോകുമ്പോൾ മറുവശത്ത് ഭരണം നിലനിർത്താൻ മഹാസഖ്യം, അതായത് JDUവും ഒപ്പം തന്നെ RJDയും കോൺഗ്രസും ഒക്കെ ഉൾപ്പെട്ടിരുന്നതാണല്ലോ, ഇടത് പാർട്ടികളും ഉൾപ്പെട്ടിരുന്നതാണല്ലോ മഹാസഖ്യം. അതിൽ നിന്ന് JDU പോകുമ്പോൾ ആ JDU പോയാൽ പോലും ഭരണം നിലനിർത്താനുള്ള നീക്കങ്ങൾ മഹാസഖ്യത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ബീഹാറിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ നീക്കങ്ങളെന്ന്. അരുണാണ് നമ്മളോടൊപ്പം ദില്ലിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ പറയാനായി ചേരുന്നത്. നമുക്ക് അരുണിനോട് ചോദിച്ചറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. എന്താണ് ബീഹാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നൊരു തീരുമാനമുണ്ടാകുമോ? നിതീഷ് കുമാർ NDAയിലേക്ക് പോകുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരുമോ? കാരണം ഈ നിമിഷം വരെ നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൽ ഔദ്യോഗികമായൊരു പ്രതികരണം വന്നിട്ടില്ല എന്നൊരു കാര്യം നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് JDU BJPയുമായി പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്നു, ഏകദേശ ധാരണയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നൊരു പക്ഷേ BJPയുമായി ചേർന്നുകൊണ്ട് നിതീഷ് കുമാർ NDA സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഗുഡ് മോർണിംഗ് മനു. കാരണം ദേശീയ രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു നീക്കം തന്നെയായിരിക്കും ബീഹാറിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുക. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ബീഹാറിൽ അഞ്ചാം തവണയും മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ഇന്ന് വൈകുന്നേരത്തോടെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് രാജ്ഭവനുമായി ബന്ധപ്പെട്ട ബീഹാർ ഗവർണറിൻ്റെ രാജ്ഭവനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുന്ന വിവരം. ഇന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ JDUവിൻ്റെയും BJPയുടെയും 3 MLAമാർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സൂചന നൽകുന്നത്, ഇതിന് കൃത്യമായി പറയാൻ പറ്റുന്ന കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഗവർണറിൻ്റെ രാജ്ഭവനിലെത്തി ദർബാർ ഹാളിലെ സൗകര്യങ്ങൾ പരിശോധിക്കുകയും അവിടെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏറെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ബീഹാറിൽ ഈ JDUവും BJPയും ചേർന്ന് ഇപ്പോൾ സർക്കാർ രൂപീകരിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. പക്ഷേ അപ്പോൾ പോലും ഇതിലൊരു സ്ഥിരീകരണം തരുവാനോ അല്ലെങ്കിൽ കൃത്യമായ ഒരു നിലപാട് അറിയിക്കുവാനോ ഇപ്പോഴും JDU അധ്യക്ഷൻ നിതീഷ് കുമാർ തയ്യാറായിട്ടില്ല. കാരണം ഇപ്പോഴും മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടരുകയാണ്. രാജിവെച്ചതിന് ശേഷം BJPയുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തുടരാൻ തന്നെയാണ് നിതീഷ് കുമാർ ആലോചിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും RJD ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ബീഹാറിൽ ഇപ്പോഴും ഖേൽ അബീബി ബാക്കി ഹേ എന്നാണ് തേജസ്വി യാദവ് ഇന്നലെ പ്രതികരിച്ചത്. കളി ഇനിയും ബീഹാറിൽ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലെ 3 ഉദ്യോഗസ്ഥർ സത്യപ്രതിജ്ഞാ സ്ഥലം സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. കൂടാതെ പുതിയ സർക്കാരിൽ 2 ഉപമുഖ്യമന്ത്രിമാരെ നിതീഷ് വേണ്ട എന്ന് പറയുമെങ്കിലും ഈ ഉപമുഖ്യമന്ത്രിമാരെ JDU ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകക്ഷി എന്ന് പറയുന്നത് JDU ആണ്. അതുകൊണ്ട് തന്നെ RJD ആണ്. തേജസ്വി യാദവാണ് ലാലു പ്രസാദ് യാദവിൻ്റെ മകനും RJDയുടെ പ്രധാന നേതാവുമായ തേജസ്വി യാദവാണ് ഉപമുഖ്യമന്ത്രിമാരിൽ ഒരുവർ. ഇവരെ എല്ലാവരും പുറത്താക്കിയതിനു ശേഷം പുതുതായി BJPയിൽ നിന്നും JDUവിൽ നിന്നുമുള്ള പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പുതിയ മന്ത്രിസഭ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിപ്പോഴും ഒരു സ്ഥിരീകരണമോ മറ്റൊരു കൃത്യമായൊരു നിലപാടോ JDUവിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെയായും വന്നിട്ടില്ല. പക്ഷേ BJP ഇത് വലിയ രീതിയിലുള്ള ഒരു വിലപേശലുകൾക്കോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് വേണ്ടി ഈ ഒരു രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇന്നലെ തന്നെ BJPയുടെ നേതാക്കൾ ബീഹാറിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. കാരണം വീണ്ടും നിതീഷ് കുമാർ BJP സഖ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. NDA സഖ്യത്തോടെ മുമ്പ് ബീഹാർ ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. ആ ഒരു സഖ്യത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള തരം റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പക്ഷേ അതേസമയം നിതീഷ് കുമാർ ഇതുവരെ രാജിവെച്ചിട്ടില്ലെന്നും ആരും പിൻവലിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കാരണം ഇതുവരെയും തേജസ്വി യാദവ് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം ഈ നിതീഷ് കുമാറിന്റെ ഈ തുടർച്ചയായിട്ടുള്ള ഈ മുന്നണി മാറ്റത്തിൽ
ജെ ഡി യുവിനുള്ളിൽ തന്നെ വലിയ അതൃപ്തിയുണ്ട്. കാരണം അതൊരു രാഷ്ട്രീയ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന നടപടിയാണെന്ന വ്യാപകമായി ചർച്ചകൾ ഉയരുന്നുണ്ട് ജെ ഡി യുവിനുള്ളിൽ തന്നെ. അതുകൊണ്ട് തന്നെ ആ അതൃപ്തർ നിതീഷ് കുമാറിൻ്റെ കൂടെ പോകില്ല. അവർ ഈ RJD അടക്കമുള്ള സംവിധാനങ്ങളെ പിന്തുണച്ചുകൊണ്ട് മഹാസഖ്യത്തിൻ്റെ ഭാഗമായി തുടരാനുള്ള സാധ്യതയാണോ ഇവിടെ തേജസ്വി യാദവ് അടക്കം കാണുന്നത്? തീർച്ചയായും. കാരണം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞത് സംസ്ഥാനത്ത് നടക്കുന്ന പുതിയ സാഹചര്യത്തെക്കുറിച്ച് JDUവിന് കൃത്യമായ ഒരു ധാരണയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ JDU BJP NDAയുമായി ചേർന്ന് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ചർച്ചകൾ ഏത് ഭാഗത്തു നിന്ന് വന്നിരുന്നാലും അത് ന്യായീകരിക്കാനാവില്ല. അതുപോലെ പറഞ്ഞ കാര്യം, ഇന്നലെ യാദവ് വിളിച്ച അടിയന്തര യോഗം രാഷ്ട്രീയ ജനതാദൾ പാർട്ടിയിലെ അംഗങ്ങൾ ഇന്നലെ ലാലു പ്രസാദ് യാദവിൻ്റെ വസതിയിൽ ഇന്നലെ യോഗം ചേരുകയുണ്ടായി. കൂടാതെ ഇതിന് ശേഷം പുറത്തു വന്നിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. കാരണം ബീഹാറിൽ ഇപ്പോഴും രാഷ്ട്രീയപരമായ മറ്റു മുന്നൊരുക്കങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഖേൽ അബീബി ബാക്കി ഹേ എന്നുള്ള ഒറ്റ തരത്തിലുള്ള ഒരു മറുപടി തേജസ്വി യാദവ് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, കാരണം ഈ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സഖ്യകക്ഷികളിൽ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പെട്ടെന്നാണ് ഈ തരത്തിലുള്ള ഒരു മനം മാറ്റം വന്നത്. കാരണം സോഷ്യലിസ്റ്റ് നേതാവും ആയിട്ടുള്ള കപൂർത്തലജിക്ക് നേരത്തെ ഭാരതരത്ന വന്നത് മുതൽ ഒരു മുന്നൊരുക്കം, ഏതൊരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായി ആയിരുന്നു ആ ഒരു പുരസ്കാര സമർപ്പണം. സോഷ്യലിസ്റ്റ് നേതാവും കൂടിയായിരുന്നു, മുൻ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു. തരത്തിലുള്ള ബീഹാറിൽ ഒരു രാഷ്ട്രീയ മുഖം തുറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആ ഒരു പുരസ്കാര സമർപ്പണം എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനവും വന്നിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഈ തരത്തിൽ ബീഹാർ മുന്നോട്ട് പോയുള്ളത്. കാരണം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ. കാരണം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ ബീഹാർ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു നാഴികക്കല്ല് തന്നെയായിരിക്കും. ആ ഒരു ഘടകം നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു മുന്നൊരുക്കമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണിക്ക് അകത്ത് ഇത് വലിയ രീതിയിൽ ചർച്ചയാകും എന്നുള്ള തരത്തിൽ സംശയമില്ല. ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തിയാണ് നിതീഷ് കുമാർ. ഈ JDUവും RJD പോലെയുള്ള RJD മറ്റ് ഇടത് പാർട്ടികളെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതാണ്. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയുമെങ്കിൽ ഇന്ന് 4 മണിയോടെ നിതീഷ് കുമാർ ഉച്ചയോടുകൂടി രാജിക്കത്ത് സമർപ്പിച്ച് 4 മണിയോടെ നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പറയുമെങ്കിലും ഇതിലൊരു ഔദ്യോഗികമായ വിശദീകരണം തരുവാൻ ഇപ്പോഴും JDU എന്താണ് സംഭവിക്കാൻ പോകുന്നത് അരുൺ? ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി ബീഹാറിൽ ഒരു മാറ്റമുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി മനസ്സിലാക്കുന്നത്. അത് എന്ത് തരത്തിലുള്ള മാറ്റമാകും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം നിതീഷ് കുമാർ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു NDA സഖ്യത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ, JDU NDAയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ. പക്ഷേ അവിടെ ഒരു പ്രശ്നം, JDUവിനുള്ളിൽ തന്നെ ശക്തമായ വിമർശനമുണ്ട് നിതീഷ് കുമാറിൻ്റെ ഈ നീക്കത്തിനെതിരെ, ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഈ മുന്നണി മാറ്റത്തിനെതിരെ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരുപാട് അതൃപ്തരുണ്ട്. അവരെ അടർത്തിയടക്കാൻ RJDയുടെ ഭാഗത്തു നിന്ന് വലിയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തേജസ്വി യാദവ് പറഞ്ഞത് കളി ഇനിയും ബാക്കിയുണ്ട്, കണ്ടോളൂ എന്ന് തേജസ്വി യാദവ് പ്രതികരിച്ചത്. അപ്പോൾ ആ രീതിയിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിൻ്റെ ഈ തുടർച്ചയായിട്ടുള്ള ചാട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതൊരു വലിയ പ്രതിസന്ധിയായി നിൽക്കും എന്നതും തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെ മുൻനിർത്തിയുള്ള സമ്മർദ്ദമാണ് JDUവിൻ്റെ മുൻപിലേക്ക് RJD വയ്ക്കുന്നത്. അതായത് JDUവിലെ അതൃപ്തരുടെ മുൻപിലേക്ക് RJD വയ്ക്കുന്നത്. ആ രാഷ്ട്രീയ വിശ്വാസ്യതയില്ലായ്മയുടെ കൂടെ പോയാൽ നിങ്ങളുടെ ഭാവി കൂടി അവതാളത്തിലാകും എന്നൊരു സന്ദേശമാണ് തേജസ്വി യാദവ് JDUവിനുള്ളിലേക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിൽ കളി ഇനിയും ബാക്കിയുണ്ട് എന്ന പ്രതികരണം നടത്തുകയും ചെയ്തത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതേസമയം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടുത്തെ കോൺഗ്രസ് MLAമാർ നിതീഷ് കുമാറിൻ്റെ കൂടെ പോകുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഒരു പ്രതികരണം ഒരു വിഷയത്തിൽ വന്നിട്ടില്ല. പല കോൺഗ്രസ് MLAമാരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അവരുടെ യോഗം വിളിച്ചിട്ട് അത് പൂർണ്ണമായ തോതിൽ കൂടാൻ പോലും കഴിഞ്ഞിട്ടില്ല, പലരുമായും ബന്ധപ്പെടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ആ രീതിയിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. വരും സമയങ്ങളിൽ അത് കണ്ടു തന്നെ അറിയാം.